യുഎഫ്ഒകളെക്കുറിച്ചുള്ള ഔദ്യോഗിക റിപ്പോർട്ട് കേൾക്കുമ്പോൾ എന്താ തോന്നുന്നത്? ഇതൊരു സാധാരണ റിപ്പോർട്ടല്ല. യു.എസ്. എയർഫോഴ്സ് തന്നെ ഔദ്യോഗികമായി നടത്തിയ പറക്കും തളികകളെക്കുറിച്ചുള്ള അന്വേഷണത്തിന്റെ യഥാർത്ഥ കഥയാണിത്. നമുക്ക് നേരെ ആ കഥയിലേക്ക് കടക്കാം. അപ്പോ നമ്മൾ ഈ കാര്യങ്ങൾ എവിടുന്ന് പറയുന്നുവെന്നല്ലേ? ദേ, ഈ പുസ്തകത്തിൽ നിന്നാണ്, ദ റിപ്പോർട്ട് ഓൺ അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഓബ്ജെക്ട്സ്. ഇത് എഴുതിയതാരാണെന്നറിയാമോ? എഡ്വേർഡ് റുപ്പെൽറ്റ്. വെറും ഒരാളല്ല, ഗവൺമെന്റിന്റെ ഈ യുഎഫ്ഒ അന്വേഷണം മുഴുവൻ മുന്നിൽ നിന്ന് നയിച്ച ഉദ്യോഗസ്ഥൻ. അപ്പോൾ ഇത് വെറും ഒരു പുസ്തകമല്ല, ആ അന്വേഷണത്തിന്റെ ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥ കഥയാണ്. ഓക്കെ, നമുക്ക് ഈ കഥയുടെ തുടക്കം മുതൽ തുടങ്ങണ്ട. പകരം നേരെ ആ ഫയലുകൾക്കുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന ഏറ്റവും ഞെട്ടിക്കുന്ന ഒരു സംഭവത്തിലേക്ക് പോകാം. കേൾക്കുമ്പോൾ പോലും വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്ന ഒന്ന്. പുസ്തകത്തിന്റെ 1-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ ഈയൊരു വാചകത്തിലാണ്. 1952 വേനൽക്കാലത്ത് ഒരു യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എയർഫോഴ്സ് F-86 ജെറ്റ് ഒരു പറക്കും തളികയ്ക്ക് നേരെ വെടിയുതിർത്തു. ഒന്ന് ആലോചിച്ചു നോക്കൂ, വെറുമൊരു കാഴ്ചയല്ല, ഒരു വെടിവെപ്പ്. പൊതുജനങ്ങൾ അറിഞ്ഞതിനേക്കാൾ എത്രയോ വിചിത്രമായൊരു കഥയിലേക്കാണ് ഈ ഒരൊറ്റവരി നമ്മളെ കൊണ്ടുപോകുന്നത്. അപ്പൊ ശരിക്കും എന്താണ് അവിടെ സംഭവിച്ചത്? സംഭവം ഇങ്ങനെയാണ്. ആദ്യം റഡാറിൽ ഒരു ടാർഗറ്റ് പ്രത്യക്ഷപ്പെടുന്നു. മണിക്കൂറിൽ 700 മൈൽ വേഗതയിൽ വന്നിട്ട് പെട്ടെന്ന് 100 മൈലിലേക്ക് വേഗത കുറയ്ക്കുന്നു. ഇതിനെ പിന്തുടരാൻ 2 F-86 ജെറ്റുകൾ പുറപ്പെട്ടു. അതിലൊരു പൈലറ്റ് തനിക്ക് താഴെ ഒരു വെളിച്ചം കാണുന്നു. പിന്നെ ഫുൾ സ്പീഡിൽ ഒരു ചേസാണ്. അവസാനം ആ വസ്തുവിന്റെ അടുത്തെത്തുമ്പോൾ പൈലറ്റ് കാണുന്നതെന്താണെന്നോ? നടുവിൽ ദ്വാരമില്ലാത്ത ഡോണറ്റ് പോലൊരു വസ്തു. അതിനെ പിടിക്കാൻ പറ്റില്ലെന്നുറപ്പായപ്പോൾ പൈലറ്റ് തന്റെ തോക്കുകൾ തയ്യാറാക്കി വെടിയുതിർത്തു. പിന്നെ സംഭവിച്ചത് അവിശ്വസനീയമായിരുന്നു. ആ വസ്തു മുകളിലേക്ക് ഒരു കുതിപ്പായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ കൺമുന്നിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇത്രയും വലിയൊരു സംഭവം റിപ്പോർട്ട് ചെയ്ത പൈലറ്റിന് എന്ത് സംഭവിച്ചുവെന്നറിയണ്ടേ? അദ്ദേഹത്തിന്റെ സ്വന്തം സ്ക്വാഡ്രൺ കമാൻഡർ പറഞ്ഞത് അയാൾക്ക് തലയ്ക്ക് വട്ടായി എന്നാണ്. അവിശ്വസനീയമല്ലേ? അതുമാത്രമല്ല, ആ ഔദ്യോഗിക റിപ്പോർട്ട് അത് നശിപ്പിച്ചുകളയാൻ ഉത്തരവും വന്നു. സംഭവം നടന്നില്ലെന്ന് വരുത്തി തീർക്കാനുള്ള ഒരു ശ്രമം. അപ്പോ ഒരു സംശയം തോന്നാം. നശിപ്പിക്കാൻ ഉത്തരവിട്ട ഒരു റിപ്പോർട്ടിനെപ്പറ്റി നമ്മളിപ്പോ എങ്ങനെയാ സംസാരിക്കുന്നേ? അതിനൊരു കാരണമുണ്ട്. കാരണം ഈ അന്വേഷണത്തിന്റെ തലപ്പത്ത് ഒരാളുണ്ടായിരുന്നു, ഉള്ളിൽ നിന്നൊരാൾ. ഇദ്ദേഹമാണ് ആ ആൾ, എഡ്വേർഡ് ജെ റുപ്പെൽറ്റ്. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ നോക്കൂ. പറക്കും തളികകളെക്കുറിച്ചുള്ള മുഴുവൻ കഥയും എനിക്കറിയാം. കാരണം എയർഫോഴ്സിന്റെ പ്രോജക്ട് ബ്ലൂ ബുക്ക് സംഘടിപ്പിച്ചതും അതിന്റെ തലവനും ഞാനായിരുന്നു. വെറുമൊരു എയർഫോഴ്സ് ക്യാപ്റ്റൻ മാത്രമല്ല, ഒരു എയറോനോട്ടിക്കൽ എഞ്ചിനീയർ കൂടിയായിരുന്നു ഇദ്ദേഹം. സത്യം കണ്ടെത്തുക, അതായിരുന്നു അദ്ദേഹത്തിന്റെ ഒരേയൊരു ദൗത്യം. അപ്പോ നമ്മളിന്ന് സാധാരണയായി ഉപയോഗിക്കുന്ന യുഎഫ്ഒ എന്ന വാക്കുണ്ടല്ലോ, അതും റുപ്പെൽറ്റിന്റെ സംഭാവനയാണ്. കാരണം പറക്കും തളിക എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൊരു പ്രത്യേക രൂപം വരും. പക്ഷെ കണ്ട റിപ്പോർട്ടുകളിലെല്ലാം പല രൂപത്തിലും വലുപ്പത്തിലുമുള്ള വസ്തുക്കളായിരുന്നു. അതുകൊണ്ട് കൂടുതൽ ശാസ്ത്രീയവും നിഷ്പക്ഷവുമായ ഒരു പേര് വേണമായിരുന്നു. അങ്ങനെയാണ് അൺഐഡന്റിഫൈഡ് ഫ്ലൈയിങ് ഒബ്ജക്റ്റ്, അതായത് യുഎഫ്ഒ എന്ന വാക്ക് ഉണ്ടാകുന്നത്. റുപ്പെൽറ്റ് കൊണ്ടുവന്ന യുഎഫ്ഒ എന്ന ആ പേരിലെ നിഷ്പക്ഷത അദ്ദേഹത്തിന്റെ അന്വേഷണ രീതിയിലും കാണാമായിരുന്നു. കാരണം പ്രോജക്ട് ബ്ലൂ ബുക്ക് എന്നത് എയർഫോഴ്സിന്റെ മുൻകാല നിലപാടുകളിൽ നിന്നുള്ള ഒരു വൻ മാറ്റം തന്നെയായിരുന്നു. എന്തായിരുന്നു ആ മാറ്റമെന്ന് നോക്കാം. ഇതൊന്ന് നോക്കൂ. 1947 കെന്നത്ത് അർണോൾഡിന്റെ റിപ്പോർട്ടോടെ പറക്കും തളിക ഒരു സംസാര വിഷയമായി. പക്ഷേ 1949 എയർഫോഴ്സ് നടത്തിയ ആദ്യത്തെ അന്വേഷണം, പ്രോജക്ട് ഗ്രഡ്ജ്, ഇതെല്ലാം വെറും കൂട്ടായ മനോവിഭ്രാന്തിയാണെന്ന് പറഞ്ഞ് ഫയൽ പൂട്ടി. പക്ഷേ 1951 ആയപ്പോഴേക്കും കഥ മാറി. മിടുക്കരായ പൈലറ്റുമാരിൽ നിന്നും റഡാർ ഓപ്പറേറ്റർമാരിൽ നിന്നും ഒന്നിനു പുറകെ ഒന്നായി റിപ്പോർട്ടുകൾ വരാൻ തുടങ്ങി. അതോടെ എയർഫോഴ്സിന് മാറി ചിന്തിക്കേണ്ടി വന്നു. അങ്ങനെയാണ് 1952 റുപ്പെൽറ്റിന്റെ നേതൃത്വത്തിൽ പ്രോജക്ട് ബ്ലൂ ബുക്ക് എന്ന പുതിയ ഗൗരവമേറിയ അന്വേഷണം ആരംഭിക്കുന്നത്. ഈ വ്യത്യാസം മനസ്സിലാക്കാൻ ഇത് നോക്കിയാൽ മതി. ആദ്യത്തെ അന്വേഷണമായ പ്രോജക്ട് ഗ്രഡ്ജിന്റെ ലക്ഷ്യമെന്തായിരുന്നു? റിപ്പോർട്ടുകളൊക്കെ വെറുതെയാണെന്ന് വരുത്തി തീർക്കുക. അവരുടെ മനോഭാവമോ? പുച്ഛം. നിഗമനമോ? യുദ്ധം കഴിഞ്ഞതിന്റെ മാനസിക പ്രശ്നങ്ങളും കെട്ടുകഥകളും. എന്നാൽ പ്രോജക്ട് ബ്ലൂ ബുക്കോ? നേരെ തിരിച്ചായിരുന്നു. ലക്ഷ്യം അന്വേഷിച്ച് വിശകലനം ചെയ്യുക. മനോഭാവം ശാസ്ത്രീയവും വസ്തുനിഷ്ഠവും. നിഗമനം തെളിവുകളെന്തു പറയുന്നോ അത്. കണ്ടില്ലേ വ്യത്യാസം? ഒന്ന് പ്രശ്നം ഒതുക്കി തീർക്കാൻ, മറ്റൊന്ന് പ്രശ്നം എന്താണെന്ന് കണ്ടെത്താൻ. അപ്പോ പ്രോജക്ട് ബ്ലൂ ബുക്ക് എങ്ങനെയാണ് പ്രവർത്തിച്ചത്? അവർക്ക് കിട്ടുന്ന ഓരോ റിപ്പോർട്ടിലും വളരെ കൃത്യമായ, കർശനമായ ഒരു രീതി അവരുപയോഗിച്ചു.
അവരുടെ രീതി വളരെ ലളിതമായിരുന്നു, പക്ഷേ അത്രയേറെ കർശനവും. ആദ്യം പൈലറ്റുമാരിൽ നിന്നും റഡാറിൽ നിന്നും സാധാരണക്കാരിൽ നിന്നുമൊക്കെ ഡേറ്റ ശേഖരിക്കും. അടുത്തതായി അത് ബലൂണോ വിമാനമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാലാവസ്ഥാ പ്രതിഭാസമോ ആണോ എന്ന് പരിശോധിക്കും. വ്യാജകഥകളും വിശ്വസിക്കാൻ പറ്റാത്ത റിപ്പോർട്ടുകളുമൊക്കെ അപ്പത്തന്നെ ഒഴിവാക്കും. ഇതെല്ലാം കഴിഞ്ഞ് ഒരു വിശ്വസനീയമായ റിപ്പോർട്ടിന് ഒരു വിശദീകരണവും കണ്ടെത്താൻ പറ്റിയില്ലെങ്കിൽ അതിനെ അജ്ഞാതം അഥവാ അൺനൗൺ എന്ന് തരംതിരിക്കും. വെറുതെ ഊഹിച്ചൊരുത്തരം കണ്ടെത്താൻ അവർ ശ്രമിച്ചില്ല. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം വരുന്നത്. ഇങ്ങനെ വിശദീകരിക്കാൻ പറ്റാതെ പോകുന്ന കേസുകൾ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒന്നായിരുന്നോ, അതോ ഇതൊരു സ്ഥിരം തലവേദനയായിരുന്നോ? ഉത്തരം ശരിക്കും ഞെട്ടിക്കുന്നതായിരുന്നു. അവരുടെ ഒരു പ്രധാന പഠനമനുസരിച്ച് ഏറ്റവും വിശ്വസനീയമായ ഏറ്റവും നന്നായി രേഖപ്പെടുത്തിയ റിപ്പോർട്ടുകളിൽ 4-1 കൂടുതൽ, കൃത്യമായി പറഞ്ഞാൽ 26.94% കേസുകൾക്കും ഒരു വിശദീകരണവും കണ്ടെത്താനായില്ല. അവ പൂർണ്ണമായും അജ്ഞാതമായി തുടർന്നു. ഈ അജ്ഞാത റിപ്പോർട്ടുകൾ കൊടുത്തത് ആരാണെന്നറിയുമ്പോഴാണ് നമ്മൾ ഒന്നുകൂടി ഞെട്ടുക. ഇതിൽ ഭൂരിഭാഗവും വന്നത് ആകാശത്തെന്താണ് കാണുന്നതെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്ന ആളുകളിൽ നിന്നാണ്. അതായത് പൈലറ്റുമാരിൽ നിന്നും റഡാർ ഓപ്പറേറ്റർമാരിൽ നിന്നും. സാധാരണക്കാരല്ല, വിദഗ്ധർ തന്നെയായിരുന്നു സാക്ഷികൾ. അങ്ങനെ 2 വർഷം കടന്നുപോയി. ആയിരക്കണക്കിന് കേസുകൾ അവര് പഠിച്ചു. അവസാനം റുപ്പൽട്ടന്റെ മുന്നിൽ എന്താണുണ്ടായിരുന്നത്? വിശദീകരിക്കാൻ പറ്റാത്ത പക്ഷേ വിശ്വസനീയമായ തെളിവുകളുടെ ഒരു മല. ഇനി എന്ത് ചെയ്യുമെന്നതായിരുന്നു ഏറ്റവും വലിയ ചോദ്യം. അവരുടെ ഔദ്യോഗിക റിപ്പോർട്ടിൽ പറഞ്ഞത് അന്യഗ്രഹങ്ങളിൽ നിന്നുള്ള വാഹനങ്ങൾക്ക് തെളിവ് കിട്ടിയില്ല എന്നാണ്. പക്ഷേ യഥാർത്ഥ പ്രശ്നം തെളിവില്ലാത്തതായിരുന്നില്ല, മറിച്ച് എന്താണ് തെളിവ് എന്ന് നിർവചിക്കാൻ പറ്റാത്തതായിരുന്നു. ആ ഒരൊറ്റ അടിസ്ഥാനപരമായ ചോദ്യത്തിൽ അവരുടെ അന്വേഷണം നിശ്ചലമായിപ്പോയി. അതെ, എന്താണ് ശരിക്കുമൊരു തെളിവ്? റുപ്പൽറ്റ് ഈ ചോദ്യം എല്ലാവർക്കുമായി മുന്നോട്ട് വെച്ചു. ലോകത്തെ മുഴുവൻ ഒരു കാര്യം ബോധ്യപ്പെടുത്തണമെങ്കിൽ എങ്ങനെയുള്ള തെളിവാണ് വേണ്ടത്? ഒരു തെളിവിന് എന്തൊക്കെ വേണം? ഒരു UFO പെന്റഗണിന്റെ മുറ്റത്ത് വന്ന് ഇറങ്ങണോ? അതോ ഒരു റഡാർ അതിനെ കണ്ടെത്തുക, ഒരു ജെറ്റ് അതിനെ പിന്തുടരുക, പൈലറ്റ് അതിനെ നേരിൽ കാണുക, റഡാർ അതിനെ ലോക്ക് ചെയ്യുക, ഇത്രയും മതിയോ? അല്ലെങ്കിൽ ഒരു പൈലറ്റ് ഒരു അജ്ഞാത വസ്തുവിന് നേരെ വെടിയുതിർക്കുകയും പിന്നീട് എന്ത് ഭീഷണിയുണ്ടായാലും തന്റെ വാക്കുകൾ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്നത് ഒരു തെളിവല്ലേ? ഇതിലെ തമാശ എന്താണെന്ന് വെച്ചാൽ ഈ അവസാനത്തെ 2 കാര്യങ്ങളും ഔദ്യോഗിക ഫയലുകൾ പ്രകാരം അപ്പോഴൊന്നടകം സംഭവിച്ചു കഴിഞ്ഞിരുന്നു. എന്നിട്ടും അതിനെ തെളിവായി അംഗീകരിക്കാൻ അവർ തയ്യാറായില്ല. അതുകൊണ്ടുതന്നെ അവസാനം റുപ്പൽറ്റ് ഒരു നിഗമനത്തിലെത്താൻ ആരെയും നിർബന്ധിച്ചില്ല. അദ്ദേഹം പറഞ്ഞതിതാണ്: ഞാൻ നിങ്ങൾക്ക് വസ്തുതകൾ തരാം, എല്ലാ വസ്തുതകളും. തീരുമാനം നിങ്ങളുടേതാണ്. അദ്ദേഹം തന്റെ പുസ്തകത്തിലൂടെ വായനക്കാരനു മുന്നിൽ തെളിവുകൾ നിരത്തുക മാത്രം ചെയ്തു. അപ്പോ ഇതായിരുന്നു പ്രോജക്ട് ബ്ലൂ ബുക്കിന്റെ ഉള്ളിൽ നിന്നുള്ള യഥാർത്ഥ കഥ. ഉത്തരങ്ങൾ കണ്ടെത്താനായി തുടങ്ങിയ ഒരു വലിയ അന്വേഷണം. പക്ഷെ ഔദ്യോഗികമായി അത് അവസാനിച്ചപ്പോൾ ബാക്കിയായത് ഉത്തരങ്ങളായിരുന്നില്ല. ഉത്തരം കണ്ടെത്താനാവാത്ത വളരെ ആഴത്തിലുള്ള ഒരു ചോദ്യം മാത്രമായിരുന്നു.